അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, റമദാൻ ഷരീഫിന്റെ അവസാന നിമിഷത്തിലാണ് നമുക്കുള്ളത്. ഈ റമദാൻ ഷരീഫിൽ നാം ചെയ്ത എല്ലാ നന്മയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മനുഷ്യരാജമായ സാഹചര്യങ്ങൾ കൊണ്ട് വന്നുപോയ സകലമായ പാപം അല്ലാഹു നമുക്ക് പുറത്തരട്ടെ. നോമ്പുകാർക്ക് നൽകുന്ന എല്ലാ പ്രതിഫലവും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ഓതിയവർക്ക് നൽകുന്ന, തറാവീഹ് നിസ്കരിച്ച് നൽകുന്ന, മറ്റുള്ള ഫർദ് നിസ്കരിച്ച്, സുന്നത്ത് നിസ്കരിച്ച് നന്മകൾ ചെയ്താൽ ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു നൽകും. നമ്മുടെ പ്രവർത്തനത്തിലോ മറ്റോ വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെയൊക്കെ പാപങ്ങൾ പുറത്ത് സ്വർഗ്ഗലോകത്ത് ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസവും കരുണാവാനായ തമ്പുരാൻ അകറ്റി തരട്ടെ. നമുക്ക് സന്തോഷവും എന്ന പ്രത്യേകമായ തൃപ്തി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റമദാൻ കഴിയലോടുകൂടി നിർബന്ധമായി തീരുന്ന ഇന്ന് മഗ്‌രിബക്ക് മാസം കാണുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ മഗ്‌രിബോടുകൂടി നിർബന്ധമായി തീരുന്ന സംഗതിയാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. സാധാരണയിൽ നമ്മുടെ നാട്ടിൽ ഭക്ഷിക്കുന്ന സാധനമാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. വാങ്ങുന്ന ആൾക്ക് സന്തോഷമുള്ള ഏതോ ഫിത്ർ സക്കാത്ത് നൽകാം, ധാന്യങ്ങൾ നൽകാൻ പറ്റും, നെയ്ച്ചോറരിയും വേണമെങ്കിൽ ഫിത്ർ സക്കാത്ത് നൽകാം. കാരണം അവർക്ക് സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ. കൊടുക്കേണ്ട അളവ് ഒരു സോയ് എന്നാണ് അറബിയിൽ അളവിന്റെ കണക്ക്. അറബിയിൽ അളവേ ഉള്ളൂ, തൂക്കല്ല. നമ്മുടെ നാടുകളിൽ തൂക്കമാണുള്ളത്. ഒരു സോയ് എന്ന് പറഞ്ഞാൽ 3.200 ലിറ്ററാണ് തൂക്കം പ്രകാരം വരിക, അളവ് പ്രകാരം വരിക. എന്നാൽ അളവിന്റെ ഒരു മുദ്ദുപാത്രം എന്ന രൂപത്തിൽ നിങ്ങളൊക്കെ വീട്ടിലെ മുദ്ദുപാത്രത്തിലുണ്ടാവും. ആ മുദ്ദുപാത്രം അങ്ങനത്തെ 4 മുദ്ദ് കൂടിയതാണ് ഒരു സോയ് എന്നുള്ളത്. അരികൾ മാറ്റം വരുമ്പോൾ തൂക്കം മാറ്റം വരും, അളവ് മാറ്റം വരൂല. അതുകൊണ്ടാണ് അളവിന് പ്രാമുഖ്യം വരുന്നത്. ചില വിളവ് സമയത്ത് കനം കൂടിയ അരിയേക്കാരം, ചിലപ്പോൾ കനം കുറഞ്ഞ അരിയേക്കാരം. അപ്പൊ ആ ഒരു മാറ്റം ഉണ്ടാവും തൂക്കത്തിൽ. എന്നാലും 3 കിലോ ഉണ്ടെങ്കിൽ പരമാവധി ഉണ്ടാകും, ഉറപ്പാണ്. ഏതായാലും കൊടുക്കേണ്ടത് വീട്ടിലെ ചെലവിന് വഴിയുള്ള പെരുന്നാൾ ദിനത്തിൽ ചെലവിന്, അതുപോലെ തന്നെ വസ്ത്രം, അതുപോലെ തന്നെ പാർപ്പിടം, ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള ആളുകളാണ് നൽകേണ്ടത്. കടമുണ്ട്, പക്ഷെ കടം വീട്ടാനുള്ള വഴി, സ്ഥലം മറ്റൊക്കെ ഉണ്ടെങ്കിലും അവനക്ക് നിർബന്ധമാകും. എന്നാൽ കടം വാങ്ങേണ്ട കൊടുത്താലും കുഴപ്പമില്ല, എന്നാലും സ്വീകരിക്കപ്പെടും. ഹദീസിൽ കാണാം, ആകാശഭൂമിയുടെ ഇടക്ക് നോമ്പ് നിൽക്കുകയായിരിക്കും. അങ്ങനെ നോമ്പിനെ ഉയർത്തപ്പെടുക, നോമ്പിന് ഫിത്ർ സക്കാത്ത് കൊടുക്കലോട് കൂടിയാണ് അതിനെ ഉയർത്തപ്പെടുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശരിക്കും നോമ്പിന്റെ പൂർത്തീകരണം കൂടിയാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. നമ്മുടെ വീടുകളിൽ ഭരണാധികാരി വീട്ടിൽ ഉപ്പയാണ്, അതുകൊണ്ട് ഉപ്പയാണ് നിർബന്ധമാക്കുക. ജോലിക്ക് പോകുന്ന ആൺമക്കളുണ്ട് എങ്കിൽ അവരാണ് അവരുടേത് കൊടുക്കേണ്ടത്. അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ ഉപ്പാക്ക് കൊടുക്കുക, അല്ലാതെ അവരുടെ സമ്മതം ചോദിക്കാതെ ആൺമക്കളത് കൊടുക്കാൻ പറ്റൂല. പെൺമക്കളെ പിന്നെ ഉപ്പാന്റെ കീഴിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ കീഴിൽ നിൽക്കുന്ന ആളുകളാണല്ലോ, അവർക്ക് ഭർത്താവിന് കൊടുക്കാം. പിണങ്ങി നിൽക്കുന്ന ഭാര്യ ആണ് എന്നുണ്ടെങ്കിൽ ഓള് പിണങ്ങിക്കണെങ്കിൽ, ഡ്രസ്സ് എടുക്കാണ്ട് പിണങ്ങിക്കാണെങ്കിൽ ഓൻ കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. അല്ല എന്നുണ്ടെങ്കിൽ അവന് കൊടുക്കണം. വീട്ടിൽ കൊടുക്കേണ്ടത് നിർബന്ധം വരുന്നത് ഭർത്താവിനാണ്, പിതാവിനാണ്. ആരാണോ ഭരണാധികാരി അവനക്ക് നിർബന്ധമാകുക. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഉമ്മമാര് പലപ്പോഴും കൊടുക്കലുണ്ട്. കൊടുക്കുമ്പോൾ അവരെ സമ്മതം, അവരുടെ വക്കാലത്ത് കൊണ്ടായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പെണ്ണെ ഇജ്ജ് നമ്മളെ പെരീത്തെ കുട്ടികളെ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടോ എന്ന് മൂപ്പര് പറഞ്ഞാൽ മാത്രമേ നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ ഇഷ്ടപ്രകാരം പേരുത്താരെടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുക്കുമ്പോൾ 2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. 2 കാര്യമാണ് നിർബന്ധം. ഒന്ന് നെയ്യത്ത് വെക്കുക, 2 അവകാശികൾ കൊടുക്കുക എന്നുള്ളതാണ്. നെയ്യത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ നമ്മളതാണെങ്കിൽ ഇത് എൻ്റെ ഫിത്ർ സക്കാത്താകുന്നു, ഇത് ഇന്നാലിന്റെ മഹമുട്ടിന്റെ ഫിത്ർ സക്കാത്താകുന്നു, ഇത് പാത്തുമ്മക്കുട്ടിന്റെ ഫിത്ർ സക്കാത്താകുന്നു. ഇങ്ങനെ ഓരോന്നും അളന്ന് മാറ്റി വെക്കുമ്പോൾ 4 മുദ്ദ് നമ്മൾ അളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 4 മുദ്ദ് നമ്മൾ ആക്കുക. അപ്പോൾ ആദ്യം മുദ്ദ് എടുക്കുമ്പോൾ തന്നെ നെയ്യത്ത് വെക്കുക, എന്നിട്ട് 4 എടുക്കുക, അടുത്ത മുദ്ദ് എടുക്കുക, 4 മുദ്ദാക്കുക. ഇങ്ങനെ എല്ലാം കൂടി, പിന്നെ എല്ലാം കൂടി കലർത്തിയാൽ കുഴപ്പമൊന്നുമില്ല. ഓരോന്ന് മാറ്റി വെച്ചതിന് ശേഷം കലർത്താം. രണ്ടാമത്താണ് അവകാശികൾ കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ഫക്കീർ, മിസ്കീന്, നമ്മുടെ നാട്ടിൽ കൂടുതലുള്ള ഫക്കീർ മിസ്കീന്മാരാണ്. പിന്നെ കടക്കാരുണ്ട്, അതൊന്നും നമ്മുടെ നാട്ടിലാണ്. യാത്രക്കാര്, പിന്നെ അത്തരം ആളുകള്, പൊതു ഇസ്ലാമികൾ, അതും കുറവാണ്. പൊതു ഇസ്ലാമികൾ എന്ന് പറഞ്ഞാല് പുതുതായി വന്ന ആ സമയത്ത് മാത്രമാണ്. എന്നോ വന്ന ആൾക്കാരാണ്, ഓലെ കണക്ക് കൂട്ടൂല. അങ്ങനത്തെ ആളുകൾ, അവർക്കാണ് കൊടുക്കേണ്ടത്.
അപ്പോൾ കൊടുക്കേണ്ട സമയം നിർബന്ധമാകുന്ന സമയമാണ് മഗ്‌രിബ്. പിന്നെ പെരുന്നാൾ ദിനത്തിലെ പിന്നെ പെരുന്നാളിന്റെ തൊട്ട് മുമ്പ് റമദാനിൽ കഴിയലോട് കൂടിയാണ് നിർബന്ധമാവുക. അപ്പോൾ അതിന് മുമ്പ് തന്നെ കൊടുക്കുക, വേണമെങ്കിൽ ഇപ്പം തന്നെ കൊടുക്കാൻ പറ്റും, കൊടുക്കണേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൊടുത്ത ആൾ മരിക്കാൻ മതി, അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവകാശമാവില്ലല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും നാളെ പെരുന്നാളിന്റെ അന്ന് ഖത്തീബ് പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് കൊടുത്ത് കഴിയണം. നമ്മുടെ മറ്റേ കുടുംബത്തിനോ മറ്റൊക്കെ വേണമെങ്കിൽ പെരുന്നാളിന്റെ പകല് വൈകുന്നേരം വരെ മാറ്റിയേക്കണേ കുഴപ്പമില്ല. നമ്മുടെ കുടുംബക്കാരോ വരാണ്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ മാറ്റിയേക്കാം, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ മറ്റോ സമ്മതം ഉണ്ടായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സാധാരണയിൽ കൊടുക്കുന്ന രൂപ എല്ലാവർക്കും എന്നതിന് ഉണർത്തിയെന്ന് മാത്രം. നമ്മുടെ പ്രവർത്തനം നമുക്ക് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.